കുടുംബ പ്രേക്ഷകർ കാണുന്ന കുടുംബ പ്രേക്ഷകർ 100 വട്ടം പറയും, കുടുംബ പ്രേക്ഷകർ എന്താ കാണേണ്ടത്? കുടുംബ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്ത് സാധനം അതിനകത്തുള്ളത്, എന്ത് എലമെൻ്റാണ് ഉള്ളത്? നല്ലൊരു സൗഹൃദം അതിനകത്തുണ്ടോ? എന്തെങ്കിലും മറ്റുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഗുഡ് മെസ്സേജസ് എന്നുള്ള സാധനം ഇവിടെ ഉണ്ടോ? ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം വളരെ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ പറയാം. അവർ പറയുന്നറിയാമോ, ഒരു കാര്യം അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ ആ അനൗൺസ്മെന്റ് കേട്ടിട്ട് എത്രയോ നേരം വീണ്ടും അനൗൺസ് ചെയ്തിട്ട് ആണ് ഈ പറയുന്ന ടീമുകളൊക്കെ ആ ഹോളിലൊക്കെ വന്നിരിക്കുന്നത്. അത്ര മാത്രം ബിഗ് ബോസിന് പുല്ലുവില കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസണാണ് നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തവർക്ക് പറയാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. മലയാളികൾക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ശേഷം നമ്മുടെ മഹാനായ നടൻ, ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ ലാലേട്ടനെ ഈ ഒരു അവാർഡ് ഇട്ടിരിക്കുന്നത്. സൂചിപ്പിച്ചത് ഇത്രയും വലിയ മഹാനടനായിട്ടുള്ള ആ ലാലേട്ടനെ കൊണ്ട് പ്ലാച്ചിയെ തിരിച്ചു ഓടിപ്പിച്ച ബിഗ് ബോസിന് എന്തുവാടേ ഇതിൻ്റെ ഷോ ഡയറക്ടറിന് വയ്യം തോന്നുന്നു. സീരിയസ്ലി എന്തൊരു അട്ടർ നോൺസെൻസ് ഫ്ലോപ്പ് ഷോ എന്നറിയാമോ? സീസൺ 7 ഇത്രയും കാലം ഞാൻ ബിഗ് ബോസിൻ്റെ പല സീസണുകളെയും നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. പല സാഹചര്യങ്ങളിൽ ഓണവില്ലും പിടിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ആ സീസണുകളിലൊന്നും ഇല്ലാത്തൊരു തരത്തിൽ 40 ദിവസങ്ങൾക്ക് ഇപ്പുറവും അകത്തുള്ള കണ്ടസ്റ്റൻസിന് തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ പുറത്തുള്ള ആൾക്കാർക്ക് അവരോടൊരു അറ്റാച്ച്മെൻറ്റോ തോന്നിയിട്ടില്ല. പുറത്തിറങ്ങിപ്പോയതിനെ കുറിച്ചൊരു അറിവുമില്ല. എന്തൊക്കെയാണ് ഈ ജിസയിലൊക്കെ അവിടെ കാണിച്ചത്? ക്യൂട്ട്നെസ് കുറേ ആൾക്കാരുണ്ട്, ക്യൂട്ട്നെസ് വാരി. ഞാൻ ഈ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദ്യം തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് അസ്ഥാനത്തായി. ഇതാണ് പ്രധാനപ്പെട്ട സാധനം. ജിസയിൽ എന്തായാലും ലാലേട്ടാ, എന്താ ലാലി ലൂലി ലാലി, ഇതൊക്കെ പാട്ട് പാടിപ്പിക്കാനും ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് യാതൊരു സീരിയസ്നെസ്സും ഇല്ലാതെ അല്ല ഇങ്ങനെ കാണിക്കാനും മലയാളം അറിഞ്ഞുകൂടാത്തൊരു ഹിന്ദി അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവരുടെ ആ ഒരു സംഭവങ്ങളെ ക്യൂട്ട്നെസ് ആയിട്ടൊക്കെ വാരി വിതറുന്ന സംഭവങ്ങളാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്? ഇനി അനുമോളുടെ നഷ്ടപ്പെട്ട ആ പ്ലാച്ചി എടുത്തറിഞ്ഞപ്പോൾ അനുമോൾ കരഞ്ഞ കരച്ചിലിനകത്ത് എനിക്ക് യാതൊരു ആത്മാർത്ഥത ജെന്യൂനിറ്റി തോന്നിയിട്ടില്ല. ബിക്കോസ് അത് അഭിനയമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അനുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ അതൊരു വെറുപ്പ് തോന്നിയേക്കാം. ഇന്നലെ എപ്പിസോഡ് കണ്ടതിൻ്റെ അകത്ത് പോലും തിരിച്ച് ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്ലാച്ചിയെ തിരിച്ചയക്കുന്ന സമയത്ത് അതിനെ കിട്ടിയതിന് ശേഷം അനുമോളുടെ ആ ഒരു ഇതൊക്കെ സത്യം പറഞ്ഞ മുൻകാല സീസണുകളിൽ കണ്ട് പഴകി മടുത്ത സാധനങ്ങളെ വീണ്ടും ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നത് ഈ ഷോ ഡയറക്ടറിന് മാത്രമാണോ മനസ്സിലാവാത്തത്? എന്താണ് കാണിക്കുന്നത്? ലാലേട്ടൻ ഇതിൻ്റെ അവസാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ചില ഈ കാർഡുകൾ വെച്ചിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ ഇറക്കി നടത്തുന്നത് ഞാൻ ഇവിടെ വെച്ച് കീറിക്കളയുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഒരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ PSC കോച്ചിങ് സെൻ്ററുകളല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം ബിഗ് ബോസിലേക്ക് പോകാനുള്ളത് നോക്കണം. കാരണം കരയിൽ ജീവിക്കുന്ന ജീവി, കാട്ടിൻ്റെ അകത്ത് ജീവിക്കുന്ന ജീവി, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി, ആകാശത്തോടെ പറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, എത്ര മുട്ടയിടുന്നു, എത്ര ഹൃദയമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതുപോലെ അതിന് സാബു മാന പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ലാലേട്ടാ എന്താ ലാലേട്ടാ ഇവരൊക്കെ അവിടെ നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തുവാ ഒരു രസമാണ് ബിഗ് ബോസ്. ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഷാനവാസിന് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കെട്ടിപ്പിടിക്കുന്നതിനകത്തുള്ളൊരു ജെന്യൂനിറ്റി മറ്റൊരിടത്തും ഒരാളിൽ നിന്നും എനിക്ക് കണ്ടിട്ടില്ല. പിന്നെ ആര്യനോട് എല്ലാവർക്കും ചില വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആര്യൻ്റെ റിയൽ ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആര്യൻ അതാണ്. കാരണം ആര്യൻ ആ ഒരു മണ്ടത്തരം കാണിക്കുന്നില്ല. ആര്യൻ റിയലി പല സമയങ്ങളിൽ കാണിക്കുന്നത് മണ്ടത്തരം, അത് റിയൽ അയാളുടെ ക്യാരക്ടറാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ബിന്നി എന്ന് പറഞ്ഞ ഡോക്ടർ ചൈനയിൽ പോയി പഠിച്ച്, റഷ്യയിൽ പോയി പഠിച്ച്, മറ്റ് പല രാജ്യങ്ങൾ, റഷ്യ അല്ലല്ലോ ഉക്രൈൻ, പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എവിടെയൊക്കെ MBBS ഒക്കെ പഠിച്ചിട്ട് നാട്ടിലൊന്ന് ഡോക്ടർമാരായ കാര്യങ്ങളും പണ്ടത്തെ ലാട വൈദ്യന്മാർ എന്തൊക്കെയോ കുറച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെ വൈറ്റമിൻ കെയുടെ കാര്യത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഏതൊക്കെയോ വൈറ്റമിൻസിനെ കുറിച്ചും നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചും എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് അവിടെ നിന്നും എത്രയോ അകലെയാണ് ബിന്നിക്ക് എന്നുള്ള കാര്യം. ബിന്നി ചികിത്സിച്ചിട്ടോ ആ ഒരു പേഷ്യൻസിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ഞാൻ അവരെ പ്രൊഫഷനെ ഒരിക്കലും കളിയാക്കത്തില്ല. ബിക്കോസ് എനിക്ക് ഡോക്ടേഴ്സുമായിട്ടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷനും ഞാൻ ആ ഒരു പ്രൊഫഷനിലെ ഒരു മേഖലയിൽ ഞാൻ വർക്ക് ചെയ്ത ഒരാളുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, അവരുടെ പ്രൊഫഷനെ ഞാൻ കളിയാക്കുന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള അതിൽ കൂടുതൽ അവരെ പറയാൻ ഞാൻ അതൊരു ഭയങ്കരമായിട്ട് ഹേറ്റഡ് ഉണ്ടാക്കും. പക്ഷേ
ഞാൻ രസകരമായിട്ട് പറഞ്ഞു പോകണമെങ്കിലും അതൊക്കെ സത്യം പറഞ്ഞ് നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യമായിരുന്നു എന്നുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ മണിമണിയായിട്ട് പറയുന്ന പല കാര്യങ്ങളും അവിടെ പറയുന്നില്ല. പിന്നെ എഡ്യൂക്കേഷൻ്റെയും വായനയുടെയും ഒക്കെ ശക്തി ഇന്നലെ അവിടെ നമ്മുടെ പ്രവീൺ എന്ന വായിൽ വരുന്നത് അല്ല, നമ്മുടെ അനീഷ് സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ പല കാര്യങ്ങളും ജനറൽ നോളജും മറ്റുള്ള കാര്യങ്ങളും അദ്ദേഹം പഠിച്ചതുകൊണ്ടാണല്ലോ. അത് മാത്രമല്ല ഇടപെടുന്ന കാര്യത്തിൻ്റെ അകത്ത് മൊത്തത്തിൽ. ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ എന്താ കണ്ടത്? ആ ലാലേട്ടൻ വരുന്നു, കുറെ നമ്മൾ എന്നും വന്ന് വഴക്ക് പറയുന്നു, ഇത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു, റിപ്പീറ്റ് വന്താ സത്താ സുട്ടാ റിപ്പീറ്റ്. ഇത് തന്നെ ലാലേട്ടൻ വരുന്നു, കുറെ വഴക്ക് പറയുന്നു, അടുത്ത ദിവസം മുതൽ വരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങൾ എന്താ? സംഭവബഹുലമായിട്ടൊരു വീക്കെൻഡ് എപ്പിസോഡ് നടന്ന് അന്ന് ലക്ഷ്മിയെ ഫയർ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ. ഇന്നലെ അവിടുത്തെ കണ്ടസ്റ്റൻസിന് എന്താ പറയുന്നത്? എന്താ അതിനകത്ത് നിൽക്കുന്ന ലക്ഷ്മിയോട് അന്ന് ആ സമയങ്ങളിൽ പോലും ഇനി അവരോട് ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അടുത്ത നിമിഷം മുതൽ അതൊക്കെ മാറി. അതായത് യാതൊരു തരത്തിലുള്ള ഒരു സംഭവങ്ങളൊന്നും ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് ഒന്നും പ്ലേ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത, കഴിവില്ലാത്ത കുറെ കണ്ടസ്റ്റൻസിനെ കുത്തി നിറച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താണ് ചെയ്യുന്നുള്ള കാര്യം. പിന്നെ ഇന്നലെ കൊടുത്ത ഗെയിമുകളൊക്കെ, എന്തൊക്കെ ഗെയിമുകൾ കൊടുത്തു, ആ ഗെയിമുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു 40 ദിവസം പിന്നിടുന്ന ബിഗ് ബോസിന്റെ ഹൗസിന്റെ അകത്ത് നടക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസം പ്രഷർ കുക്കർ പോലെയാണ്. ഇത് എന്നാണ് ഈ പ്രഷർ കുക്കർ പോലെ സംഭവം ആവാത്തത്? നിലവിലും അവിടെ പ്രഷർ കുക്കർ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ സംഘാടകർ മാത്രമാണ്. ആ ഒരു കണ്ടസ്റ്റൻസിന്റെ അവരുടെ കാപ്പബിലിറ്റീസ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനോ മറ്റുള്ള സംഭവങ്ങളോ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻസോ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കാതെ എന്ത് കാര്യം ഉണ്ടായാലും സ്പ്ലിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു റീ എൻട്രി ഒക്കെ ഭയങ്കരമായിട്ട് അത്യാവശ്യപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. ഈ അപ്പാന് ശരത്തിനെ വ്യക്തമായ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ഷൻസും വെച്ചുകൊണ്ട് അയാളെ ചില ഇതോടുകൂടി അയാളെ അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ സാധനം ഒരു ഓളം വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ പിന്നെ ഈ സാബുമാനെ പോലുള്ള ആള്, ജിസേലിനെ പോലെ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആള്, പിന്നെ ഒരാളുടെ കാര്യം പറയാൻ വയ്യ, ഈ നെവിൻ. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് മൊത്തം ലാലേട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് ലാലേട്ട നമ്മളിവിടെ ഭയങ്കര സമ്മർദ്ദത്തിൻ്റെ അകത്തൂടെയൊക്കെയാണല്ലോ ലാലേട്ട കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂട്ട്നെസ് വാരി വിതർ. ഈ മനുഷ്യനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്തൊരു ക്യൂട്ട്നെസ് വാരി വിതർ, എന്തുവാടെ ഇത്? എന്തുവാ ഇത്? ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഒരു മിനിമം ആ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവിടെ ഈ ക്യൂട്ട്നെസ് വാരി വിതറുക. പിന്നെ ഷാനവാസ് ഉന്നയിച്ചൊരു ആരോപണമൊക്കെ ഉണ്ട്. ഈ ആരോപണത്തിന്റെ കാര്യം ഞാൻ കാണാത്തത് കൊണ്ട്, എപ്പിസോഡ് ലൈവ് ഒന്നും കാണാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ക്ലിപ്പുകളൊക്കെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആ കണ്ടസ്റ്റന്റിന് ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഒരു നിമിഷം പോലും ആ ഹൗസിൽ നിന്നും പുറത്തേക്ക് വിടുക എന്നുള്ള കാര്യമാണ്. പക്ഷേ ആ ആരോപണം ഷാനവാസ് ഉന്നയിച്ചിട്ടും ആ ആരോപണത്തിന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ VV ടീമിന് കഴിഞ്ഞിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ഇങ്ങനെ ഒരു കാർഡുകൾ ഞാൻ വലിച്ചു കീറിയിരിക്കുന്നു. ഷാനവാസ് ഉന്നയിച്ച ആരോപണം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, ചിലപ്പോൾ സ്ട്രാറ്റജിയും ആയിരിക്കാം. എങ്കിലും നമ്മുടെ ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി, ഈ മോഷണം ഒരു സംഭവം, ഇതൊക്കെ ക്യൂട്ട്നെസ് ആണ്. മുൻകാല സീസണിലുള്ള ചില കണ്ടസ്റ്റൻസിനെ പോലെയൊക്കെ എനിക്കെന്തോ ഇവിടെ പുറത്ത് ഒരു ഭയങ്കരമായിട്ട് ആൾക്കാരെന്നെ ഇഷ്ടപ്പെടും, ഞാൻ ഭയങ്കര നല്ല എന്റർടൈനർ ആയിരുന്നു തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തോന്നിപ്പിക്കലുകൾ മാത്രം എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നും വേറെ കോണ്ടന്റ് വീഴുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയും യാന്ത്രികമായി കാണിച്ചു കൂട്ടുന്ന കുറെ കോലാഹലങ്ങളെ അതിനെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആ നെവിനെ കാണുമ്പം പരമ കഷ്ടമെന്നുള്ളത് എന്ത് പറയാനാണ്. അത് തന്നെ സെയിം ലൈക്ക് ജിസേൽ എന്താ അവിടെ കണ്ടസ്റ്റന്റ്? ജിസേലിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ജിസേൽ അതിന് നല്ല തകൃതിയായിട്ട് നല്ല പച്ച മലയാളത്തിൽ മണ്ടത്തരം വിളിച്ച് പറയും, പച്ച മലയാളത്തിൽ അല്ലാത്ത രീതിയിൽ മണ്ടത്തരം വിളിച്ച് പറയുന്നു. അത് കേട്ട് ലാലേട്ടൻ എന്താ മുള്ളേ ലാലേട്ടൻ കാണിക്കുന്നതാ. ഇന്ന് ദാദാ ഫാൽക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ ഈ ചുടുചോറ് വാരിപ്പിക്കുന്ന ഈ പരിപാടി എന്തുമാത്രം സംഭവം. ഈ പറഞ്ഞ സാബുമാൻ പറയുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് ചെയ്ത് വരാൻ 2 ആഴ്ച കഴിയും. അങ്ങനെയൊക്കെയുള്ള എന്തിനാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത്? അങ്ങനെ കുറച്ചധികം ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിലവാരത്തിനെ കുറിച്ച് മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനകത്ത് ഓരോ ഓക്കെ, ഇപ്പൊ ലക്ഷ്മിയുടെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം, നെവിന്റെ അഭിപ്രായം ഉണ്ടാവാം, ഷാനവാസിന്റെ അഭിപ്രായം ഉണ്ടാവാം, അനീഷിന്റെ അഭിപ്രായം ഉണ്ടാവാം, അനുവിന്റെ അഭിപ്രായം ഉണ്ടാവാം. ഈ പല കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കളിക്കുന്ന കോർ ഫാക്ടേഴ്സ് ആരൊക്കെയാ? ഈ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അറിയാം ഈ കളി മുൻകാല സീസൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന്. അനീഷ് നല്ലൊരു ഗെയിം പ്ലെയർ ആണ്, ഞാൻ എപ്പോഴും പറയുന്നു. അനീഷ്, അനുമോള്, ഷാനവാസ്, അക്ബർ, പിന്നെ നെവിൻ എന്റർടൈൻമെന്റ് സെറ്റപ്പ് ഈ ക്യൂട്ട്നെസ് വാരി വിതറി നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അഭിലാഷ് കുറച്ച് കളിക്കുന്നു തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്.
ഈ കുറച്ച് പേര് എടുത്തു കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾ ജസ്റ്റ് കമ്പാരിസൺ നടത്തിക്കോളും മുൻകാല സീസണുകളുള്ള ഒരു അത്യാവശ്യം ഒരു മിഡിൽ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റിനെ പോലും അവരോട് പോലും എന്താണ് തമ്മിൽ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ അട്ടറായിട്ടുള്ള വെറും അഭിനയം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് അനീഷിന്റെ ഇതൊരു ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണമെന്ന് അനീഷ് പ്രീ പ്ലാൻഡ് ആയിട്ട് അനീഷ് നടത്തിയിരിക്കുക. അനീഷിന്റെ ഗെയിം ഒരു 100% ഗെയിം ഒന്നും അല്ല, സ്ട്രാറ്റജി ഉണ്ട്, ഒരു സംശയം വേണ്ട. അയാളുടെ സ്ട്രാറ്റജി മാത്രമാണ് അതിനകത്ത് സ്ട്രാറ്റജിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം ഷാനവാസിന്റെ ആയിക്കോട്ടെ മറ്റുള്ള പല ആൾക്കാരായിക്കോട്ടെ ഈ 40 ദിവസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അത് പുറത്തുള്ള ആൾക്കാർക്ക് അത് ഇങ്ങനെ ആയിരിക്കും ഇഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ കൊണ്ട് മാത്രം നിൽക്കുന്നത്. അനുമോൾ തുടക്കത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഇനി മുതൽ ഞാൻ കരയത്തില്ല, ഇനി ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല, ഇങ്ങനെ ആയിരിക്കത്തില്ല. അതിനുശേഷം കുടുംബ പ്രേക്ഷകർ മറ്റുള്ള ആൾക്കാർ ലാലേട്ടന്റെ മുമ്പിൽ ലാലേട്ട് വിറപ്പിച്ചതിന് ശേഷവും ഞാൻ അങ്ങനെ നിന്നു എന്നുള്ള കാര്യത്തിൽ പുറത്ത് സപ്പോർട്ട് വരുന്നുള്ള എല്ലാം അറിയാമെന്നുള്ള അനുമോൾ അതിനുശേഷം കാണിക്കുന്ന ഈ പ്ലാച്ചിയിലെ ഈ കഥ അടക്കമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ അമ്പോ കഷ്ടം. സീരിയസ്ലി ഓക്കെ, തമ്മിൽ ഭേദം തുമ്മൻ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് അനീഷ് ഒരു ഗെയിമറായിട്ട് മാറുന്നത്. അതല്ലാതെ വേറെ ഗെയിമുള്ള കണ്ടസ്റ്റൻസിന്റെ ഒരാളുടെ പേര് പറഞ്ഞതാ ഗെയിം ഉള്ളൊരു കാര്യം. എന്താ ഗെയിം? ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് ഇപ്പോഴും അവർക്ക് ആർക്കും ഒരു തേങ്ങ അറിയത്തില്ല. കാരണം ബിഗ് ബോസ് ഗെയിം എന്ന് വെച്ചാൽ വളരെയധികം ഡീപ്പായിട്ടുള്ള മൈൻഡ് ഗെയിമാണ്. മൈൻഡ് ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കണം, ബാക്കിയുള്ളവർ പുറത്ത് പോകണം. നമുക്ക് കിട്ടുന്ന ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നമുക്കിവിടെ സർവൈവ് ചെയ്യുകയും വേണം. എന്നാൽ ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആൾക്കാർ അവരെ തമ്മിൽ അകറ്റാനും അതോടൊപ്പം തന്നെ തനിക്ക് നിലനിൽക്കാനും ഒരേ സമയത്ത് അവിടെ എന്താ പറയുക അവിടെ നിലനിർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും തനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക. സ്വാർത്ഥത എന്ന് വേണേൽ പറയാം, പക്ഷേ സർവൈവലാണ്. ആ സാഹചര്യം സൃഷ്ടിക്കുന്ന ആരാ? അവിടെ അതാ പറഞ്ഞേ, ഇപ്പൊ നിലവിൽ പുറത്ത് കുറേ കോമഡി സ്കിറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതിനകത്ത് ആരുടെ ഇതാണ് ഏറ്റവും കൂടുതലൊക്കെ വരുന്നത്? അത് ഈ അനീഷിന്റെ കാര്യങ്ങൾ. എന്താ സംഭവം? അത് ആൾക്കാരൊക്കെ കുറച്ച് ഇത് ചെയ്യാൻ വേണ്ടി തോന്നുന്നു, ചെറിയ രീതിയിൽ പുതുമ തോന്നുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതർവൈസ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ലാലേട്ടന്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത് എന്താ? വളരെ സീരിയസ് ആയിട്ട് പറയാം, ഈ വളരെ പെട്ടെന്ന് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു സാധനത്തിനകത്ത് ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, മുൻകാല സീസണുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ആർമി ടീമുകൾ ഉണ്ടാകുന്നതിൻ്റെ പെറ്റ് വരുന്ന എണ്ണ എനിക്കറിയാം. അത് വെച്ച് നോക്കുമ്പോഴെങ്കിൽ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ഗതികേടും കൂടെ പറയാതിരിക്കാൻ വയ്യ. ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ ഷാനവാസ് റിയ സലീമിനെ വിറപ്പിക്കുന്നതല്ല അങ്ങനെ പറയുന്ന സീന്, ആ സാധനത്തിനെ പോലും വളരെ മാസ് BGM ഒക്കെ കുത്തി കയറ്റിക്കൊണ്ട് അവിടെ ഷാനവാസിനെ ഒരു നായക കഥാപാത്രമാക്കി കേന്ദ്ര കഥാപാത്രമാക്കുന്ന സീരിയലിന്റെ സെറ്റപ്പ് പോലത്തെ ഒരു സാധനമൊക്കെ ബിഗ് ബോസ് പുറത്തു വിടുന്നു. എന്താ കാര്യം? ഇവിടെ പുറത്താരും ചെയ്യുന്നില്ല. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന റീലുകളിലൊന്നും അങ്ങനെ സാധനമൊന്നുമില്ല. ഷാനവാസിനെ ഒരു യുഗപുരുഷനായിട്ടോ വലിയ കുലപുരുഷനായിട്ടോ ഒന്നും കാണിക്കുന്നതോ അല്ലെങ്കിൽ മാസ് ഹീറോ ആയിട്ട് കാണിക്കുന്നതോ ഒന്നുമില്ല. എന്തുകൊണ്ട്? അതൊക്കെ ആരാ ചെയ്യുന്നത്? ഇപ്പം ബിഗ് ബോസ് ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റേഴ്സിനെ ഇരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ ട്രോൾ ചെയ്യിപ്പിക്കുന്നു. ഇതുപോലുള്ള മാസ് BGM കയറ്റിയിട്ട് അതിനൊക്കെ വലിയ മാസാക്കി മാറ്റുന്നു. അത്ര ഗതികെട്ട രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്താ ഇത് പറയേണ്ടി വന്നൊരു ഗതികേടാട്ടോ. സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, ഇന്നും ഇപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറയാത്തത്? ഇതിന്റെ സംഘാടകരെന്ന് പറയുന്ന വലിയ തമ്പ്രാക്കന്മാർ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരു തേങ്ങയുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ലിമിറ്റഡ് നോളജ് ഉള്ള ഒരു മൂവി, ഒരു സിനിമാ പ്രേമിയെ കൊണ്ട് അതിന്റെ സിനിമ ടെക്നിക്കൽ സ്കില്ല് ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോലും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടൊരു സീസൺ അവരെടുത്ത് തന്നേരെ. സെലക്ഷൻ ടീം അമ്പേ പരാജയം. അതിനുശേഷം ഇപ്പോഴും അവിടെ കുത്തി നിറച്ച് നിർത്തിയിരിക്കുന്നതും പുറത്തേക്ക് പോകുന്ന ആൾക്കാർ തമ്മിൽ എന്തൊരു ഒരു പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഗെയിം എവിടെ? ഈ കുടുംബ പ്രേക്ഷകർ 100 വട്ടം പറയും, കുടുംബ പ്രേക്ഷകർ എന്താ കാണേണ്ടത്? കുടുംബ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്ത് സാധനം അതിനകത്തുള്ളത്? എന്ത് എലമെന്റാണുള്ളത്? നല്ലൊരു സൗഹൃദം അതിനകത്തുണ്ടോ? എന്തെങ്കിലും മറ്റുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഗുഡ് മെസ്സേജസ് എന്നുള്ള സാധനം അവിടെ ഉണ്ടോ? നിങ്ങൾ 2-3 പക്ഷക്കാർ അവിടെ കൊണ്ട് 2-3 പക്ഷമെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പക്ഷക്കാർ പുറത്ത് കിടന്ന് അടിക്കണം, ആ അടിയിലൂടെ കുറച്ച് TRP ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാത്രം കുറച്ച് ആൾക്കാരെ പ്രൊപ്പഗാൻഡ ലെവലിൽ മനഃപൂർവ്വമായിട്ട് കുത്തിക്കയറ്റിക്കൊണ്ടുള്ള കാര്യങ്ങളല്ലാതെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ? സോ അറിയില്ല എന്താണ് ഈ കാണിച്ച് കൂട്ടുന്നതെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ഒരു കിരീടാവകാശി ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും പോലെ ഈ സീസണിൽ കിരീടാവകാശി ഉണ്ടാകും. ആരും ആയിക്കൊണ്ട് പോട്ടെ, ആ കിരീടാവകാശിയുടെ പാപം പേരാണെന്ന് ഞാനൊന്നും ഉണ്ടാവത്തില്ല, സീരിയസ്ലി ഇല്ല. പിന്നെ ബാക്കി നിങ്ങളിത് കാണുന്ന പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങൾ പറയൂ ഈ ലാലേട്ടനെ കുറിച്ച്. ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഈ പ്ലാച്ചിയൊക്കെ ഇത് ചെയ്യുന്ന സംഭവത്തിന് ശേഷം താങ്ക്സ് പറയിപ്പിക്കുക. ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറഞ്ഞാൽ അത് അനീഷുണ്ട്. ബാക്കി എവിടെയെങ്കിലും റെസ്പെക്റ്റ് ഉള്ള കണ്ടസ്റ്റൻസ് ഉണ്ടോ? ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം വളരെ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ പറയാം. അവർ പറയുന്നറിയാമോ, ഒരു കാര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ
ആ അനൗൺസ്മെന്റ് കേട്ടിട്ട് എത്രയോ നേരം വീണ്ടും വീണ്ടും അനൗൺസ് ചെയ്തിട്ടും ആണ് ഈ പറയുന്ന ടീമുകളൊക്കെ ആ ഹോളിലൊക്കെ വന്നിരിക്കുന്നത്. അത്ര മാത്രം ബിഗ് ബോസിന് പുല്ലുവില കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസണാണ് നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തവർക്ക് പറയാൻ പറ്റുമോ, കാണിക്കാൻ പറ്റുമോ? എന്തായാലും കൊണ്ടുപോയില്ലേ പറ്റുള്ളൂ. 100 days തികച്ചു കാത്തിരുന്ന് തന്നെ കാണണം എൻ്റെ പൊന്ന് ബിഗ് ബോസേ, നിനക്ക് എന്ത് സംഭവിക്കുന്നു? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടാത്തലവനെ പോലെ ഡോണിനെ പോലെയൊക്കെയാണല്ലേ. അയാൾ വെറും ഒരു കോമാളിയായി മാറി എന്നുള്ളൊരു കാര്യം അടിവരയിട്ട് അക്ഷരം തെറ്റാതെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഇതിൻ്റെ ഷോ ഡയറക്ടർ ചോദിക്കാനുള്ളത്, എന്തരെണ്ണ കാണിച്ചു വെച്ചേക്കുന്നത്, എന്തരെണ്ണ പണി വെച്ചേക്കുന്നത്, നിങ്ങൾ വയ്യേ? ഹായ് ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത്. അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.